ഗൈസ്, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പൊ നമുക്ക് ഇന്നൊരു വിഷു മേക്കപ്പ് ലുക്ക് ചെയ്യാം. ഒരു സിമ്പിൾ ആയിട്ട് എന്ത് ലുക്കാണ് ലാസ്റ്റ് വന്നതെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്കിൻ കെയർ എന്തായാലും ചെയ്യണം. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ സിറം അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അതും അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ യൂഷ്വൽ മോർണിംഗ് റുട്ടീനോ സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മുടി നല്ല സെക്യൂർ ആയിട്ട് കെട്ടി വെക്കുക. അല്ലെ പകുതി മേക്കപ്പ് വേസ്റ്റ് ആവും മുടിയിലായിട്ട്. സോ മുടി നല്ലോണം കെട്ടി വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ മേക്കപ്പിനായിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എൽഫിന്റെ പോർലെസ് പട്ടി പ്രൈമർ ആണ്. ഇതൊരു മാറ്റ് വെർഷൻ ആണ്. ഇതിന്റെ ഡ്യൂ ആയിട്ടുള്ളതുണ്ട്. ഇതില് ഷിമ്മർ പാർട്ടിക്കിൾസ് ഒന്നുമില്ല, പക്ഷെ ഇതിന്റെ ഡ്യൂ ആയിട്ടുള്ള എന്താണ് ഇലൂമിനേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അത് നല്ലതല്ല, അതിന് ഭയങ്കര ഷിമർ പാർട്ടിക്കിൾസ് ആണ്. അത് എന്റെ ഉണ്ട്, അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ ഇത് നമുക്ക് ഇവിടെ പോൾസ് ഒക്കെ ഉണ്ട്, ടെക്സ്ചർ ഒക്കെ ഉണ്ട്, പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ട് പുറത്തുള്ള മേക്കപ്പ് ഒക്കെ നല്ലോണം സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യാനും അതിന് ഇച്ചിരി ഹോൾഡ് ചെയ്യാനും പ്രൈമർ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ഇച്ചിരി അപ്ലൈ ചെയ്യാം. ഇതൊരു പിങ്ക് കളറാണ്. ഇത് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ ഇങ്ങനെ ക്ലിപ്പ് അറൗണ്ട് ആവും. അതുകൊണ്ട് കുറച്ച് അപ്ലൈ ചെയ്യുക, നല്ലോണം മസാജ് ചെയ്യുക. ഓക്കെ, നമ്മൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കയ്യിൽ മറ്റേ ചെറിയ ഹാൻഡ് ഫാൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഇനി ഒരു ഇലൂമിനേറ്റർ ഒക്കെ നിങ്ങൾക്ക് ഗ്ലോ ആയിട്ടുള്ള ബേസ് വേണമെങ്കിൽ ഇലൂമിനേറ്റർ ഒക്കെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ ഇന്നിവിടെ ഹൈലൈറ്റർ, പൗഡർ ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്യണ്ട. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ ഓയില് വേറെ, കളർ വേറെ ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ ഇതായിട്ടിരിക്കും. അപ്പൊ നമുക്ക് നല്ല ഷെയ്ക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. മേക്കപ്പ് ബ്രഷ്, അപ്പൊ നമുക്ക് ഇതിനൊരു മേക്കപ്പ് ബ്രഷ് എടുക്കാം. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ഇച്ചിരി ഈ ബ്രഷിൽ ഇച്ചിരി എടുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം. നിങ്ങൾക്ക് എത്ര കവറേജ് വേണോ അതിനനുസരിച്ച് എടുക്കാം. കുറെ കവറേജ് ആണെങ്കിൽ കുറെ എടുക്കാം. കാരണം ഇത് ഇച്ചിരി ലൈറ്റ്, ഇത് BB ക്രീം ആണല്ലോ, അപ്പൊ എന്തായാലും ലൈറ്റ് കവറേജ് ഉണ്ടാവുള്ളൂ. സോ നമുക്ക് അപ്ലൈ ചെയ്യാം ഫുൾ ഫേസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് നെക്കില് ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് നല്ലോണം അപ്ലൈ ചെയ്യാം. ഇത് ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ് ആണ് കേട്ടോ. നല്ലോണം അപ്ലൈ ചെയ്യാം. പിന്നെ നല്ല റോസ് വാട്ടറിന്റെ മണം, നല്ല BB ക്രീം ആണ്. ഇത് 199 എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്റ്റാമാർട്ടിൽ മേടിച്ചാണ്. അതിൽ കുറെ ഇൻസ്റ്റാമാർട്ടിൽ കുറെ മേക്കപ്പ് ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. BB ക്രീം നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൺസീലർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി, കാരണം കൺസീലറിന് മോർ കവറേജ് ഉണ്ടാവും. ആക്ച്വലി എല്ലാവരും ചിലർ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ കൺസീലർ മാത്രം യൂസ് ചെയ്യും. പക്ഷെ എനിക്കാണ് കൺസീലർ മാത്രം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല, കാരണം അത് ഭയങ്കര തിക്കാണ്. സോ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കൺസീലർ മാത്രം യൂസ് ചെയ്യാറില്ല. ഫൗണ്ടേഷൻ ഇട്ടിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ നമുക്കത് കറക്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം കൺസീലർ യൂസ് ചെയ്ത്. എൽഫിന്റെ കൺസീലർ ആണ്, ടാൻ ന്യൂട്രൽ എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. ഇത് എനിക്ക് ഇച്ചിരി ഹൈലൈറ്റിംഗ് ഷെയ്ഡാണ്. അപ്പൊ ഞാനെപ്പോഴും കൺസീലർ യൂസ് ചെയ്യുമ്പോൾ ഈ കണ്ണിന്റെ അടിയിൽ തന്നെ യൂസ് ചെയ്യില്ല, ഈ നോസിന്റെ സൈഡിലായിട്ടാണ് യൂസ് ചെയ്യാം. ഇത് നമുക്ക് പൊക്കത്തോട്ട് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ടിരിക്കും. സോ ദിസ് മച്ച്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾക്ക് എത്ര ഡിസ്കളറേഷൻ ഉണ്ട് അതൊക്കെ അനുസരിച്ച് വേണം ഇത് ബ്ലെൻഡ് ചെയ്യാൻ, യൂസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് കുറെ വലിച്ചുവാരിയൊക്കെ യൂസ് ചെയ്ത് നല്ല കേക്ക് ആയിട്ട് വൃത്തികേടായിട്ടിരിക്കും. അപ്പോഴാണ് ഈ കുട്ടി അടിച്ചു പോലെയായിട്ടിരിക്കുക. സോ നമുക്ക് കൺസീലറും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൺസീലർ ബ്ലെൻഡ് ചെയ്യുന്നത് നല്ല, നമുക്ക് കുറെ കവറേജ് ആണെങ്കിൽ നല്ലോണം എടുത്തറിയണമെങ്കിൽ കുറച്ചുനേരം അത് അവിടെ ഇരിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ലോണം സ്മൂത്ത് ആയിട്ടിരിക്കും. അത്രക്ക് മേക്കപ്പി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും ഭയങ്കര ഗ്ലാം ലുക്ക് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. കുറച്ചു നേരം കൺസീലർ വെച്ചിട്ട് നല്ല കവറേജ് കിട്ടും. ഇപ്പൊ ലൈറ്റ് കവറേജുള്ള കൺസീലർ ആണെങ്കിൽ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ചായിട്ട് യൂസ് ചെയ്താണെങ്കിൽ നല്ല കവറേജ് കിട്ടും.
അങ്ങനത്തെ ലൈറ്റ് കവറേജ് ഉള്ള ഇത് ഇച്ചിരി മീഡിയം ടു ഫുൾ കവറേജ് ഉള്ള കൺസീലർ ആണിത്. നല്ല കൺസീലർ ആണ്. ലോറിയലിന്റെ ഒരു കൺസീലർ ഉണ്ട്, ലോറിയൽ ഇൻഫാലിബിൾ. അതും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഷെയ്ഡ് റേഞ്ച് എന്റെ 314 ഉണ്ടാകും, 317 ഉണ്ടാകും. രണ്ടിടത്ത് ലൈറ്റ് ഷെയ്ഡ് ആയിരുന്നു. പക്ഷെ ഇത് ലൈറ്റ് ഷെയ്ഡ് ആണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇതിന്റെ ഫിനിഷ് ഇഷ്ടമായത്. ഇത് അത്ര മാറ്റ് അല്ല, ഒരു ഇച്ചിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ്. അപ്പൊ നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. കണ്ണിന്റെ പൊക്കത്ത് മീൻസ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പൊക്കത്തോട്ട് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അധികം കേക്ക് ആയിട്ട് ഇരിക്കില്ല. നമ്മ പൊക്കത്തോട്ടൊക്കെ കണ്ണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അപ്പൊ അവിടെ വെച്ച് ഇങ്ങനെ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട് ഇരിക്കും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അല്ലാതെ എല്ലായിടത്തും ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യണ്ട. ബ്ലെൻഡ് ചെയ്ത് പൊക്കത്തോട്ട് പോവാ. അണ്ടർ ഐസിൽ നമുക്കൊരു ഇത് മിറർ കയ്യിലെപ്പോഴും ഉണ്ടാവും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ, എന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു ഹാൻഡ് മിറർ ഒക്കെ. സോ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് എന്താ കണ്ണിന്റെ പക്കത്തിൽ ഐഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐ പ്രൈമർ കിട്ടും കേട്ടോ. പ്രൈമർ ബേസ് ഓർ സംതിങ്, ഐഷാഡോ ബേസ് ഓർ സംതിങ്. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പൊ അതില്ലെങ്കിൽ കൺസീലർ തന്നെയാണ് എല്ലാവരും മോസ്റ്റ് ഓഫ് പീപ്പിൾസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺസീലർ കണ്ണിന്റെ പക്കത്തിൽ മുടി ഇടിച്ചിട്ട് ഐ ആം സിക്ക് ഗൈസ്, അതാണ് എനിക്കധികം എനർജി ഇല്ലാതെ. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. ഇങ്ങനെ നോക്കാം, ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കാം, എന്നാൽ നമ്മുടെ കണ്ണുവരെയൊക്കെ ബ്ലെൻഡ് ചെയ്തത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്നിന്റെ അവിടെ അത് ഇവിടെയൊക്കെ ഡാർക്ക് സർക്കിൾസോ എനി സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ കൺസീലർ കൊണ്ടിട്ട്. സോ 3 സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഐഷാഡോ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം, അതിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാനങ്ങനെ ഐഷാഡോ അങ്ങനെ ഇടുന്ന ഒരാളല്ല, എനിക്ക് ഐഷാഡോ അങ്ങനെ അത്ര ഇഷ്ടമില്ല. അപ്പൊ നമുക്ക് ഇതിങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കുക. ഇത് ബ്രൗൺസർ ആണ് കേട്ടോ, ഷുഗറിന്റെ ബ്യൂട്ടി വണ്ടർ പോലിട്ടുള്ള ഈ ഷെയ്ഡ് എടുത്തിട്ട് ഇച്ചിരി എടുക്കുക, ടാപ്പ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക, ക്രീസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മുടെ ഈ ലുക്കിൽ ഐഷാഡോ പാലറ്റ് നമ്മൾ യൂസ് ചെയ്തില്ല, കാരണം എന്റെ ഐഷാഡോ പാലറ്റ് ഇല്ല. സോ നമ്മൾ ബ്ലഷ്, ബ്രോൺസർ, ഹൈലൈറ്റർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പുറത്തെ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. ക്രീസിൽ ബ്രൗൺ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്തിരി വിങ് പോലെ ഇങ്ങനെ ഇടാം കേട്ടോ. നല്ലോണം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കണ്ണിലൊരു ഷാഡോ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ പെയിൻ ആയിട്ടിരിക്കുന്നത് ഇപ്പൊ ഇത് കണ്ട ഒരു കളറല്ലേ, അന്ന് അത്ര കൂടുതലല്ല. അപ്പൊ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കാജൽ ഇഷ്ടട്ടെ അപ്ലൈ ചെയ്തത് കൊളോസ്. കണ്ണിങ്ങനെ നീറ്റ് എഴുതാല്ലേ, എന്തായാലും വിഷു മേക്കപ്പ് തന്നെ കണ്ണിച്ച് നീണ്ടിരിക്കട്ടെ. സോ നമ്മൾ ഇച്ചിരി ഇങ്ങനെ എഴുതുക. അത് നമുക്ക് ഇനി ബ്രഷ് വെച്ചിട്ട് വിങ്സ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ വൃത്തിയടായി പോകും. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇത്ര എഴുതുന്നുണ്ട്. ഇനി ഫ്രണ്ടിലോട്ട് കൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് താഴത്ത് കൂടെ നമുക്ക് എഴുതി കൊടുക്കാം. താഴത്ത് ഞാനങ്ങനെ കണ്ണ് എഴുതാറില്ല, എനിക്ക് ഇഷ്ടമല്ല. ഓ കണ്ണ് കഴിയുക എന്റെ ചെറിയ കണ്ണായത് കൊണ്ടിട്ട് ഞാനങ്ങനെ എഴുതാറില്ല താഴത്ത്. അപ്പൊ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. നല്ല രസമായിട്ട് എനിക്ക് ഈ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്താണ് ഇച്ചിരി കുഞ്ഞിതായിട്ട് നീണ്ടിട്ടുള്ള കണ്ണല്ല എന്തായാലും, പക്ഷെ ഭയങ്കര ഉരുണ്ടിട്ടും അല്ല, പക്ഷെ എനിക്ക് നീണ്ടിരിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വിങ്സ് ഇടാറുണ്ട്, ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടാം. നല്ല ഇഷ്ടം. അപ്പൊ നല്ലൊരു അങ്ങനത്തെ ഒരു ഷേപ്പ് ഫോക്സി അതുപോലെ. അപ്പൊ വിങ്സ് ഇങ്ങനെ എടുത്ത് നമുക്ക് അത് ശരിക്കും വിങ്ങാക്കി കൊടുക്കാം. ഇപ്പൊ എന്തായാലും അത് മര്യാദക്ക് ആയിട്ടില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ആംഗുലർ ബ്രഷ് പോലത്തെ സ്ട്രൈറ്റ് ആംഗുലർ ബ്രഷാണ്.
ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യേ എന്താ വലുതാക്കിയ നമ്മുടെ ഇഷ്ടത്തിന്. ഇതിപ്പോ വിങ്ങായിട്ടില്ല. അപ്പൊ നമ്മള് ഇത് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ വിങ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ സെറ്റിലായി പോവും. സോ അങ്ങനെ ഞാൻ ഇച്ചിരി ബ്ലെൻഡ് ചെയ്യേണ്ട, അവിടെയൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ല യക്ഷീനെ പോലെ കണ്ടുവരുത്. അതാണ് ഓണത്തിന് വിഷുവിനൊക്കെയുള്ള പ്രത്യേകത, യക്ഷീനെ പോലെ കണ്ടുവരുത്. ഞാനിങ്ങനെ എഴുതാറില്ല അധികം. അത് സെറ്റിലേക്കായിട്ടൊക്കെ കാര്യം കൊടുക്കുന്നതൊക്കെ കുഴപ്പമില്ല. പള്ളിയിൽ അപ്പൊ തന്നെ ആദ്യമായി മസ്കാര കൂടെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ അതും കഴിഞ്ഞ് അടുത്ത് നമുക്ക് ബ്ലഷ് ഇടാം. ഇത് ലോറിയലിന്റെ ബ്രഷാണ്. ഇതൊരു ലോറിയലിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, ഒരു കോംബോ പോലത്തെ ലോറിയൽ ഇൻഫാലിബിൾ സംതിങ് ഒരു ട്യൂബിലുള്ളത്. ആ ഫൗണ്ടേഷൻ മേടിക്കുന്നത് 3 ബ്രഷ് സെറ്റ് അതിൻ്റെ കൂടെ കിട്ടുമായിരുന്നു ഫ്രീ ആയിട്ട്. അവർക്ക് ഒരു കോംബോ പോലെ ബ്രഷ് സെറ്റ് വിത്ത് ഫൗണ്ടേഷൻ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ബ്രഷ്. ഇത് എന്താണ് ഷുഗറിന്റെ സാൽമൺ സൂപ്പർ സ്റ്റാർ പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു മ്യൂട്ടഡ് പിങ്ക് ഷെയ്ഡാണ്. ഭയങ്കര ബ്രൈറ്റ് പിങ്ക് അല്ല, മ്യൂട്ടായിട്ടുള്ള ഒരു ബ്രൗൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ്. ഇപ്പൊ അവൈലബിൾ ആണോ തോന്നുന്നു. അപ്പൊ നമുക്ക് ബ്ലഷ് കാണിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഫുള്ളിടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോ ഇവിടെയാണ് ഇടുന്നത്. നമ്മൾ ഹൈലൈറ്റർ ഇടുന്നവിടെയാണ് ഇടുന്നത് ബ്ലഷ്. ഇവിടെ ഇട്ടിട്ട് അപ്പൊ കുറച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇത്തിരി കുടിപ്പിക്കും. നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ. ഇച്ചിരി മൂക്കിൽ അപ്ലൈ ചെയ്യാം. മൂക്കിപ്പോയപ്പോ തുമ്പല് വരും. ഇച്ചിരി മൂക്കിൽ അപ്ലൈ ചെയ്യാം. ആരും പിടിച്ചിടിച്ച പോലെ ഉണ്ടല്ലോ. അപ്പൊ എനിവേ നമുക്ക് ഒന്നും കാര്യമാക്കണ്ട. നമുക്ക് എന്തായാലും അത് ബ്ലെൻഡ് ചെയ്തിട്ട് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. സോ എല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മൾ എത്ര ബ്ലെൻഡ് ചെയ്യുന്നു അതുപോലെ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്യുമ്പോ പിന്നെ ബ്ലഷ് ഇട്ടാലും കുറച്ചേരം കഴിഞ്ഞ് എന്തായാലും അത് പോകും. അത് നമുക്ക് വെക്കം ബ്ലഷ് പോകും. അപ്പൊ കുഴപ്പമില്ല. വീട്ടിലിറങ്ങി പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്ലഷിന്റെ കാര്യത്തിലൊരു തീരുമാനം. ഓക്കെ ബ്ലഷ് ഇഷ്ടം. നെക്സ്റ്റ് നമുക്ക് ഈ ബ്രൗൺസർ കൂടെ ഇടാം. ഇതാണ് നമ്മൾ ഇച്ചിരി പെയിനായിട്ട് പോകുന്നുണ്ടെങ്കിൽ കേട്ടോ, ഹോളോസെക്കോ ഒരു പക്ഷെ അത്ര ഡാർക്ക് കളറല്ല കേട്ടോ. നെക്സ്റ്റ് മൂക്കിൽ കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അടുത്ത നമുക്ക് ഐബ്രോസ് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇൻസൈറ്റിന്റെ ബ്രോ ടാറ്റു ബെനഫിറ്റിന്റെ ബ്രോജിന്റെ പോലെ ഇരിക്കുന്ന സെയിം പാക്കേജിന് കേട്ടോ. എനിക്ക് ലോങ് ആണെന്നുള്ളതിനെക്കാളും. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതൊക്കെ നൈക്കയിൽ അവൈലബിൾ ആണ്. ഞാൻ നൈക്കയിൽ ഇത് മേടിച്ചത്. ഇതിന്റെ നോക്കൂ, എൻ്റെ ഒരു ഐബ്രോ ജെല്ലുണ്ട്, ബ്രോ ജെല്ല് മോർഫിയുടെ. അത് ഇതിനേക്കാളും തിക്കായിട്ടുള്ള വാട്ടാണ് കാണിച്ചതൊക്കെ. കണ്ടിട്ട് എന്താ തിന്നാ നോക്കൂ. ഇത് വാണ്ടി നമുക്ക് കാണാനേ പറ്റില്ല, അത്ര തിന്നായിട്ടുള്ളത്. മോർഫിയുടെ ഇച്ചിരി കൂടെ വരും. അപ്പൊ നമുക്കിത് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കിത് നാച്ചുറലായിട്ട് വന്നെങ്കിൽ ഇത് നല്ലോണം നമ്മളിപ്പോ സെറ്റ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര തിക്കായിട്ടുള്ള ജെല്ലാണ്. സമയത്ത് ഇത് എഴുതി ഒരു 5 മിനിറ്റ് പിന്നെയും പൊക്കത്തോടെ ഇതിങ്ങനെ മരം പോലെ സെറ്റ് ആയിട്ട്. ഇപ്പൊ നമ്മളിങ്ങനെ പൊക്കത്തോട്ടാക്കിയാണ് ബ്രോ വെക്കണമെങ്കിൽ അത് അങ്ങനെ ഇരിക്കും. കാരണം അത്ര നമുക്ക് ഇങ്ങനെ കുറെ നേരം ഇതിന്റെ പൊക്കത്തോടെ ഇങ്ങനെ ഇതാക്കാൻ പറ്റില്ല. അപ്പത്തേക്കും സെറ്റ് ആയിട്ടുണ്ടാവും ഭയങ്കര ഹാർഡായിട്ട്. പിന്നെ നമുക്ക് ടെൻഷൻ ചെയ്ത് വെച്ചാൽ ഗ്ലൂ പോലെ ഇരിക്കും, ഗ്ലൂ പോലെ. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ എങ്ങനെയാണ് അങ്ങനെ ഇരിക്കും. സോ അത് നല്ലതാണ്. അപ്പൊ വെക്കുന്ന സെറ്റിലാണ് ഒരു സാധനം ഇട്ടത്.
അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറെ നേരം എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അതപ്പൊ തന്നെ സെറ്റ് ആകും. അപ്പൊ വെക്കുന്ന എഴുതി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ എഴുതി മാറ്റാൻ പറ്റത്തില്ല, അങ്ങനെ ആയിരിക്കും. നല്ലതാണ് കേട്ടോ. 160 രൂപ ഇൻസൈറ്റ് ബ്രോ ടാറ്റു സ്മജ് ഫ്രീ. നല്ല സാധനമാണ് കേട്ടോ. വെക്കുന്ന നമ്മുടെ പണി കഴിവുണ്ടോ. രാവിലെ നമ്മൾ എവിടെയെങ്കിലും കോളേജിലൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് 2 വരയിൽ വരച്ചാൽ കാര്യം കഴിയും. നെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ബാമിന്റെ മാരിലൂമിനൈസർ ആണ് അപ്ലൈ ചെയ്തത്. നമുക്കിതൊരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. നമുക്കിതൊരു ഹൈലൈറ്റർ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ ആണ്. ഇത് ഇട്ടെന്ന് തോന്നില്ല കേട്ടോ. ഇത് ഭയങ്കര ലുക്ക്. ഇതില് ഒട്ടും കങ്കി പാർട്ടിക്കിൾസ് ഇല്ല. നോസിന്റെ ടിപ്പിൽ കൂടി ഇടാം. നിങ്ങൾക്ക് ഐബ്രോയുടെ അവിടെ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെയൊക്കെ ഇടാം. പക്ഷെ അത്ര തിളങ്ങിക്കണ്ടല്ലോ. അത് വീട്ടിൽ തന്നെ ലഭിച്ചിട്ടുണ്ടാവാം. അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഇടാം. പിന്നെ ഈ ഐബ്രോയുടെ ഐലൈനറുടെ കോർണറിലിടെ പേര് കണ്ണെഴുതിപ്പോയിട്ട് അതിന് മുന്നേ ഇടണമായിരുന്നു. സോ അപ്പൊ നല്ല ഹൈലൈറ്റർ ആട്ടോ. ആർക്കൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പൗഡർ ഹൈലൈറ്റർ വേണമെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്. ബാം കോസ്മെറ്റിക്സ് മാരിലൂമിനൈസർ. എനിക്ക് ഇഷ്ടമാണത്. കണ്ടോ എത്ര നാച്ചുറൽ. ആക്ച്വലി നിങ്ങൾക്ക് ക്യാമറ കാണുന്ന നേരിട്ടുണ്ടാലും നല്ല നാച്ചുറൽ ആണ് കേട്ടോ. പക്ഷെ കളർ ഇച്ചിരി ഇച്ചിരി ഫെയർ വൈറ്റിഷ് ഷെയ്ഡിലോട്ടാണ് പോയേക്കണം. പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ. സോ നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് പോലത്തെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അപ്ലൈ ചെയ്യാം. ലിപ്പം തളിച്ച് കളയാം. ഇത് നാഴത്തിന്റെ വെയിൻ BAIN വെയിൻ കൺട്രോൾ ചെയ്താണ് ഞാനിപ്പോൾ ചെയ്തത്. എല്ലാ കാര്യങ്ങളും ഇരിക്കാൻ ഇത്രയില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതൊരു മ്യൂട്ടഡ് റെഡ്. ഭയങ്കര റെഡ് അല്ല, ഒരു ടെറാക്കോട്ട റെഡൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ ഒരു പ്രോപ്പർ റെഡ് അല്ല. പക്ഷെ മോസ്റ്റ് ഇപ്പോൾ റെഡ് ആണ്. റെഡ് മെറൂൺ ടെറാക്കോട്ട കൈൻഡ് ഷെയ്ഡാണ്. സോ ലിപ്പില് വരക്കുന്നത് എപ്പോഴും എനിക്ക് വലുതാക്കി വരക്കണമാണ് ഇഷ്ടം. നിങ്ങൾക്ക് ലിപ്പ് ഇച്ചിരി വലുതായിട്ട്. ഈ ഷെയ്ഡ് ഫസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. മുടി കഴിക്കാം. ഞങ്ങൾക്ക് എല്ലാ സെറ്റാക്കിയിട്ട് കാണാം. ചായ കൊടുത്തിട്ട് വന്നിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വെള്ള വളമൊക്കെ നടത്തിയിട്ടുണ്ട്. സോ എല്ലാവർക്കും എന്റെ വിശ്വാസം അഡ്വാൻസ്. ഓക്കെ, സോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എന്തായാലും സംസാരിക്കാൻ വയ്യ. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി വിഷു.